CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ പുറത്തു വന്നു. അത് ആ പൂർണ്ണമായ ഡോക്യുമെൻ്റായി എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന്മേലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വായിച്ചു നോക്കിയപ്പോൾ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, CPIMനെ പോലെ ജനങ്ങളുമായി ഇത്രയധികം ജൈവബന്ധമുള്ള ഒരു പാർട്ടി എന്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നേരത്തെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണവും ആ പ്രമേയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള ഭാഗത്തിൻ്റെ ജനങ്ങളുമായിട്ടുള്ള ലിവിങ് ജീവൽ ബന്ധം നഷ്ടപ്പെട്ടു. അത് വലിയൊരു ക്രിട്ടിസമാണ്. ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാർട്ടിയാകുമ്പോൾ ഒരു അപകടമുള്ളത് താഴത്തു നിന്നുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം വർക്ക് ചെയ്യണമെന്നില്ല. അത് ഈ മെഷീനറി കൂടിയല്ലേ കിട്ടണേ. ഇത് ഫങ്ഷൻ ചെയ്യാതെ ദുർബലമായി കഴിഞ്ഞാൽ താഴത്തുനിന്ന് ആൾക്കാർ പറയുന്നത് മുകളിൽ കൃത്യമായിട്ട് എത്തത്തില്ല. പല ബാക്ക്ഗ്രൗണ്ട് നോയ്സിലൊക്കെ അങ്ങ് പോവും, ഫിൽറ്റർ ചെയ്ത്. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തത്, ജനങ്ങൾ തുറന്നു പറയണമെന്നില്ല. ഇപ്പോൾ ഞാൻ ആളുകളുടെ അടുത്ത് പോണു, വർത്താനം പറയുന്നു, നേതാവാണ് ഞാൻ, ഇപ്പം എന്നോട് എല്ലാ വിമർശനവും താഴത്തുള്ള തുറന്നു പറയും. അല്ലെങ്കിൽ ഞാൻ അത്രക്ക് ഓപ്പണായിട്ടുള്ള ആളും തോളത്ത് കിടക്കുന്ന മനുഷ്യനൊക്കെ ആണെങ്കിൽ കാര്യം ശരിയല്ല കേട്ടോ എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പം നമ്മുടെ ഈ പാർട്ടിയുടെ പല പ്രവർത്തകരിലൊക്കെ വന്നിട്ടുള്ള ഒരു പെരുമാറ്റ രീതികൾ അത് ജനങ്ങളെ അകറ്റി നിർത്തുന്നത്. ശകാരിക്കുക, ദേഷ്യപ്പെടുക, നമ്മൾ സമയം കൊടുക്കുന്നില്ല കേൾക്കാനായിട്ട്. അപ്പോൾ ജനങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്നാൽ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അങ്ങനെയും ചിന്തിക്കാം. ഈ ഇലക്ഷനിൽ അതാ കൂടുതലുണ്ടായിട്ടുള്ളത്. അതാണ് എല്ലാ കാലത്തും വിലയിരുത്താറുള്ളത്. CPIMന് സാധാരണ താഴെത്തട്ടിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി എടുക്കാനുള്ള ഒരു സിസ്റ്റമുണ്ട്. കണക്കിൻ്റെ വോട്ടെണ്ണത്തിൻ്റെ കാര്യത്തിൽ പോലും അവർക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഇപ്പോൾ നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, CPIMന് അങ്ങനെ ഒരു സംവിധാനമില്ല. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ BJPക്ക് അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ്. അതിനെ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പ്രതിരോധിക്കാൻ കഴിയുക? പാർട്ടികളെല്ലാം ചെയ്യുന്നത് അവരുടെ അസസ്മെന്റ് അല്ല. കാരണം ഇങ്ങനെ പാർട്ടിയോട് അലൈൻ ചെയ്യും, ഏതെങ്കിലും ഒരു പാർട്ടിയോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കേരളത്തിൽ. പണ്ടങ്ങനെയല്ല, കൃത്യം പറയാം, അതപ്പുറം ഇതിപ്പുറം, പിന്നെ കുറച്ച് പേരുണ്ടാവുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് യുവജനങ്ങളും ഒക്കെ. പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന അസസ്മെന്റ് നടത്താൻ വേണ്ടി ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയും ഒക്കെയാണ്. ഇവിടെയും ഞാൻ ചെയ്തു. പത്തനംതിട്ടയിൽ എൻ്റെ കുറച്ച് അക്കാഡമിക് സുഹൃത്തുക്കൾ അവർ നല്ല സാമ്പിൾ 4000 ആളുകളുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഏപ്രിൽ ആദ്യ വാരത്തിലാണ് ഈ സർവേ നടന്നത്. സ്വല്പം കിട്ടാൻ 2 ആഴ്ച എടുക്കുമല്ലോ ടാബ്ലറ്റ് ചെയ്ത്, ORS ഷീറ്റിലൊന്നുമല്ല. 4000 ഉണ്ട്, നല്ല സാമ്പിളാണ്. അപ്പം ഏപ്രിൽ 2 ആഴ്ചക്ക് മുമ്പ് വരുമ്പോൾ നമ്മൾ 3% പുറയിലാണ്. അപ്പം ഞെട്ടിക്കുന്ന വെച്ചാൽ പുറത്തുനിന്നുള്ള ഫീഡ്ബാക്ക് അതല്ല, എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എൻ്റെ പേഴ്സണലാണ്, തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. സോ ഞാൻ പുറത്ത് വിട്ടിട്ടുമില്ല. ബട്ട് നമുക്ക് അതിൻ്റെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോ വിഭാഗത്തിലും എത്ര ശതമാനം വോട്ട് നമുക്ക് വരും, എത്ര UDF എന്നുള്ള കണക്കുണ്ട്. അപ്പോൾ അത് വളരെ അലാർമിംഗ് ആയിരുന്നു. ഇത് ഈ സർവേ തരുന്നതും പുറത്തുനിന്ന് വരുന്ന ഫീഡ്ബാക്കും. ബട്ട് പിന്നീട് അതിന് ശേഷം ഇതിൽ നിന്ന് ചില കാഴ്ചകൾ വെച്ച് ഇടപെടാനൊരു ശ്രമം നടത്തിയെങ്കിലും ആ തിരുത്തലൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന റിസൾട്ട് കാണിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഇപ്പോൾ എല്ലാവരും ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻറ്റ് സർവേയുടെ അടിസ്ഥാനത്തിലാണ്. അത് പാർട്ടികളുടെ കുഴപ്പം മാത്രമല്ല, ജനങ്ങളുടെ ഈ സ്വഭാവത്തിലും വലിയ മാറ്റം വന്നു, നോൺ അലൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലിവിങ് ബന്ധം പാർട്ടിയും ജനങ്ങളുമായിട്ടുള്ളത് ദുർബലമായിട്ടുണ്ട്. അത് കാലികമായി പരിഷ്കരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയുടെ ഒരു പ്രശ്നം മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, കൊൽക്കത്ത പ്ലീനത്തിൻ്റെ സമയത്ത് ഈ നവ ഉദാരവൽകൃത ലോകത്ത് എങ്ങനെയായിരിക്കണം ആളുകളുമായി ഇടപെടേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പുനരാലോചനയൊക്കെ വേണമെന്നുള്ളത്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ വേണമെന്ന് അന്ന് ചിന്തിച്ചതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് തുടർന്ന് അങ്ങോട്ട് പുതിയ കാലത്ത് ഇടപെടേണ്ടത് എന്നുള്ള കാര്യത്തിൽ പരാജയം പറ്റി. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടിലും
മാറിയ കേരളത്തെക്കുറിച്ചൊരു ഒരു വലിയ ഭാഗം തന്നെയുണ്ട്. മാറിയ കേരളം എന്ന് പറയുമ്പോൾ ഒന്ന്, പണ്ട് ഇടത്തരക്കാർ ന്യൂനപക്ഷവും ഉള്ളവർ ഉൽപ്പതിഷ്ണുക്കളുമാണ്. ഇന്നിപ്പോൾ ഇടത്തരക്കാരെന്ന് പറയുന്നവർ ഒരു 30% ആണ്. അവർ ആണെങ്കിലോ പഴയ ഉൽപ്പതിഷ്ണ വിഭാഗമല്ല. അവർ പണവും സമ്പത്തും ഒക്കെ ആയിട്ടുണ്ട്. ഇനി എങ്ങനെ സാമൂഹ്യ ശ്രേണിയിൽ കയറാം, മുകളിലോട്ട് കയറാൻ പറ്റും? അപ്പം അവർ നോക്കുമ്പോൾ ഈ പാർട്ടി അല്ല നമ്മുടെ പാർട്ടി. അല്ല, അതിൽ കൂടി കയറാൻ, മുന്നോട്ട് കയറാനൊക്കെ പ്രയാസം ചിലപ്പോൾ. അവിടെ ഒരു നിരയൊക്കെ ഉണ്ട്, ക്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആനയെ അടക്കിരുത്തുന്നതാണ് ഒരു പ്രമാണിയാവാൻ. ഒരു വലിയ വീട് പണിത് വെക്കുന്നതാണ്. സമുദായ സംഘടനയിൽ കുറച്ചും കൂടി എളുപ്പം പണവും പ്രതാപവും ഉണ്ടെങ്കിൽ കയറാനായിട്ട്. അപ്പോൾ ഈ പുതിയ ഇടത്തരക്കാരെന്ന് പറയുന്നവരാണ് കേരളത്തിലെ ജാതീയതയുടെ, മദർ റിവൈവലിസത്തിൻ്റെ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ നേതൃത്വമായിട്ട് വരുന്ന. പണ്ട് ഇവരങ്ങനെയല്ല, ഇടത്തരക്കാർ ആണ് ലൈബ്രറികൾ, സ്കൂൾ വാദ്യാർ, ഇവരൊക്കെ ചേർന്നുള്ള പരിപാടിയാണ്. ഇത് വലിയൊരു മാറ്റം. അതിനകത്ത് ആ ഇടത്തരക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട്, അവരുടെ രാഷ്ട്രീയ ബോധ്യം എന്താണ്, അവരെത്രത്തോളം അരാഷ്ട്രീയരായിട്ടുണ്ട്, ഇതൊക്കെ തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ? തിരിച്ചറിയാൻ പറ്റാതെ പോയതിൻ്റെ ഒരു കാരണം, ഇങ്ങനെ ഒരു പ്രവണത വന്നു കഴിഞ്ഞപ്പോൾ CPM-ൻ്റെ പ്രതികരണം എന്തായിരുന്നു അറിയോ? ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങാൻ നമ്മൾ മാറി നിൽക്കണം, ഒരു പങ്കാളിയാവാൻ പാടില്ല. അങ്ങനെയാണ് പാലക്കാട് പ്ലീനത്തിൽ വലിയ ചർച്ചയ്ക്ക് ശേഷം അമ്പല കമ്മിറ്റികളിലൊന്നും പാർട്ടിക്കാർ പാടില്ല. അല്ലെങ്കിൽ നാട്ടിലെ അമ്പല കമ്മിറ്റിയൊക്കെ നമ്മളാണ്. അതിനിടയിൽ അവർ സാമ്പശിക കഥാപ്രസംഗവും മറ്റുമൊക്കെ ഫിറ്റ് ചെയ്താണ് നടക്കുന്നത്. അവരൊക്കെ മാറി ജാതി സംഘടനകളിൽ പ്രവർത്തിക്കേണ്ട. ഇങ്ങനെ ഇവർ ജാതിയുടെ തിരിച്ച് വരവിനെ, അല്ല വീണ്ടുമുള്ള രണ്ടാം വരവിനെ നമ്മൾ പ്രതിരോധിച്ചത്, നമ്മളത് പിൻവാങ്ങിക്കുക അത് ലളിതമായിട്ടുള്ള ഉത്തരവ് കണ്ടെത്തിയത്. ഇതിൻ്റെ ഫലം എന്താ? ഇതിൻ്റെ ഫലം ഇങ്ങനെയുള്ള സമുദായ സംഘടനകളെല്ലാം പൂർണ്ണമായിട്ടും പിന്തിരിപ്പന്മാരുടെ പിടിയിലേക്ക് നീങ്ങുന്ന അവസ്ഥ. അവരുടെ യോഗങ്ങളും കാര്യങ്ങളും. ഞാൻ്റെയൊക്കെ സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചൊന്നുമല്ല. ഇപ്പോൾ NSS ആണ്. സുകുമാരൻ നായർ RSS-ന് CPM ഒന്നുമല്ല. പക്ഷേ RSS-നെതിരാ. RSS-നും ഇടം കൊടുത്തിട്ടില്ല. പക്ഷേ താഴത്ത് അതല്ല സ്ഥിതി. കരയോഗങ്ങളിലൊക്കെ, കാരണം വളരെ സ്വാഭാവികമാണ്, വേറെ ഇല്ല, സ്പേസ് ഫ്രീ ഇടയ്ക്കല്ലേ. ഇത് തന്നെ യോഗശാഖത്തിൽ BDJS എന്ന് പറഞ്ഞ സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ അതുവഴി സമുദായ അംഗീകാരമുള്ള രാഷ്ട്രീയ സംഘടനാക്കന്മാർ ഇവിടെയും പിടിക്കാൻ തുടങ്ങി. ഈ ഈഴവ വോട്ടുകളെ കുറിച്ച് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, CPM-ന്റെ ഏറ്റവും അടിസ്ഥാന വോട്ടുകളിൽ പ്രധാനം ആയിരുന്നു ഈഴവ വോട്ടുകൾ. ഈഴവ വോട്ടുകളിൽ അവർക്കുണ്ടായ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, അത് അങ്ങനെ തന്നെ പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നുമുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് അത് അരാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംഘടനയെ, അതിൻ്റെ നേതൃത്വം തന്നെ. അതിന് ആ അരാഷ്ട്രീയവൽകൃതമായ ഒരു സംഘടനയെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്ക് പിന്നീട് മാറ്റി തീർക്കുന്നത്. അത് സത്യത്തിൽ ഈ പറയുന്ന BJP രാജ്യം മുഴുവൻ നടപ്പാക്കിയ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനുള്ള ഒരു ടൂൾ എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് CPIM കാണാതെ പോയതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. BDJS-ന്റെ ആദ്യ വരവിൽ തോറ്റുപോയി. അല്ല, ഇപ്പോഴും ഒരു പഞ്ചായത്തിൽ ഒരു അംഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരു അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണല്ലോ തിരിച്ചറിയേണ്ടത്. അന്ന് എങ്ങനെ യു ജസ്റ്റ് കൺഫ്രണ്ടഡ്, നേരിട്ടങ്ങ് മുട്ടി, അത് തോറ്റുപോയി. പക്ഷെ അടങ്ങിയിരുന്നിട്ടില്ല. ഈ പണി വേറെ പല രീതിയിൽ നടക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് അത്? CPM നേതൃത്വമല്ല, ആ സമുദായത്തിലെ അംഗങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ടി വരും. കാരണം സമുദായ സംഘടനയുടെ നേതൃത്വമൊന്നും CPM-ന് വേണ്ട. പക്ഷേ സമുദായ അംഗങ്ങൾ ഒക്കെ ഇടതുപക്ഷക്കാരാണ്. അതിൻ്റെ പുറത്ത് നുഴഞ്ഞു കയറി അതിൻ്റെ ശാഖ യോഗങ്ങളിലൊക്കെ നേതൃത്വത്തിലിരുന്ന് CPM വിരുദ്ധത കൊണ്ടുപോകുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റത്തില്ല. ഈ നിയമസഭ വരുമ്പോൾ BJP-യിലേക്ക് ഒരു തിരിച്ചു വരും. ഇത് രണ്ട് പ്രശ്നമുണ്ട്. ഇപ്പം BJP ഇങ്ങനെയുള്ള പലരും ചിന്തിക്കുക, അവിടെ നമ്മുടെ സമുദായത്തിന് ഡൽഹിയിൽ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ മോശമല്ലല്ലോ. അങ്ങനെയാണ്. നമ്മുടെ ഒരു ശബ്ദം അവിടെ ഉണ്ടാവണം, നമുക്ക് വില വേണമെങ്കിൽ അവിടെ സ്ഥാനം വേണം.
അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇവിടെ കേരള ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ CPM തന്നെ ആയിരിക്കും നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. സോ ഒരു ഡ്യുവൽ ലൈഫിലേക്ക് നീങ്ങി, കയ്യറപ്പ് പോയി BJPക്ക് കൂടെ. ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഇതിങ്ങനെയാകാം. അപ്പോൾ അവിടെ ഒന്ന് നേരത്തെ വലിയൊരു അറപ്പുണ്ട്. ഈ ഒരു പ്രക്രിയയിലൂടെ ആ അറപ്പ് പോയി. ഇനിയിപ്പം നിയമസഭയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള എക്സ്പെരിമെൻ്റാണ് BJP ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സമുദായ നേതൃത്വം വളരെ ആസൂത്രിതമായി തന്നെ ഈ പ്രക്രിയയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തുടർച്ചയായി ആ നേതൃത്വത്തെ അംഗീകരിക്കുക എന്നുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാക്കി വയ്ക്കുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെ മുസ്ലിം വിരുദ്ധത പറയുന്നു. അവിടെ നിന്ന് മറ്റ് സംഘടനകൾ കൊഴിഞ്ഞു പോകുന്നു അതിനുള്ളിൽ നിന്ന്. അപ്പോഴൊന്നും സർക്കാർ അതിനോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി എന്താണ്, ഇതിന് എങ്ങനെയാണ് പുതിയ സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുത്തിട്ടില്ല. സംഘടനാപരമായ ഇടപെടലെങ്കിൽ എന്നുള്ള നിൽക്കട്ടെ, ആശയപ്രചാരണം എന്താണ് അയ്യങ്കാളിയുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നത്? ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് വളരെ ക്ലിയർ അല്ലേ? എന്താണ് ഗുരുദേവൻ പഠിപ്പിച്ചത്? അത് ഇനി കേരളത്തിൽ നന്നായിട്ട് പറയേണ്ടി വരും, വീണ്ടും വീണ്ടും ഓർപ്പിക്കേണ്ടി വരും. ഇതുവരെ അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടായില്ല. ഇങ്ങനെ ഒരു നവോത്ഥാന സമിതി ഉണ്ടാക്കിയിട്ട് ആയിരിക്കണമെന്നില്ല. CPM തന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വേദികൾ, വിശാലമായിട്ടുള്ള ഫ്രണ്ട് ഉണ്ടാക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഈ ഒരു മതനിരപേക്ഷ കേരളം നിലനിൽക്കണമെന്ന് താല്പര്യമുള്ളവരെല്ലാവരും ഇങ്ങനെയൊരു ആശയപ്രചരണത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ഈ നവോത്ഥാന സംരക്ഷണ സമിതി ഇങ്ങനെ നിലനിർത്തിയിട്ട് എന്ത് കാര്യം? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ കൂട്ടായിട്ട് തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാത്തത്. ഹർഷൻ ചോദിച്ച പോലെ ചോദ്യങ്ങൾ അക്കാര് ചോദിക്കുന്നുണ്ട്, പരസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അത് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തട്ടെ. പക്ഷേ ഒരു കാര്യം ഞാനിപ്പോൾ പറയുന്ന ഉറപ്പായിട്ടുള്ളത്, വളരെ വിശാലമായിട്ടുള്ള വേദികൾ മതനിരപേക്ഷതയെ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി വരും. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ കൃത്യമായി മുസ്ലിം വിരോധം വളർത്തിയെടുക്കാൻ വേണ്ടി BJP നടത്തിയ ശ്രമം വിജയിച്ചു എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. അത് അങ്ങനെ തന്നെ സെൻട്രൽ കമ്മിറ്റി വിലയിരുത്തുന്നുമുണ്ട്. അപ്പുറത്ത് ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ള പ്രചാരണവും ഒരു വളമോളം ക്ലച്ച് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ന്യൂനപക്ഷ വോട്ടുകളാവട്ടെ കോൺഗ്രസിനെയാണ് സഹായിച്ചിട്ടുള്ളത്. അവിടെയും ഇടതുപക്ഷത്തിനല്ല ആ വോട്ട് കിട്ടിയത്. കേരളത്തിൽ മൈനോറിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ മൈനോറിറ്റി ക്വസ്റ്റ്യൻ? കേരളത്തിൽ നടത്തിയ ഭൂപരിഷ്കരണം അത് മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പാവപ്പെട്ടവർക്കാണ് ഏറ്റവും ഗുണം. മുസ്ലിം സാമാന്യത്തിന് ഭൂപരിഷ്കരണത്തിൽ നിന്ന് കേരളത്തിൽ കൂലി വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷമില്ലേ? അതിൻ്റെ നേട്ടം എല്ലാവർക്കും ഇല്ലേ? ഈ വലിയ ഇടപെടലുകളാണ് കേരളത്തെ കേരളമാക്കിയതെന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എല്ലാവരും പറയും. ദാറ്റ്സ് ഗുഡ്, ഒരു സംശയമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ സുപ്രധാനമാണെന്ന് കൂലി വർധന, എല്ലാവർക്കും നല്ല കൂലി കിട്ടുക, എല്ലാവർക്കും കിടപ്പാടമെങ്കിലും കിട്ടുക, ഇത് വലിയ മാറ്റമാണ്. ഇത് ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണെങ്കിലും ഇതിങ്ങോട്ട് വരണില്ല, മാറി നിൽക്കുകയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ തന്നെ. അപ്പോൾ ഇത് വലിയ ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഡേറ്റ വെച്ച് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈഴവ സമുദായത്തിനുള്ളിൽ നിന്ന്, സമുദായ നേതൃത്വമൊന്നുമല്ല, അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന, അത് ഇടതുപക്ഷത്തോട് വലിയ വിമുഖതയൊന്നും ഉള്ളവരൊന്നുമല്ല, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളൊന്നുമല്ല. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് എന്തിനായിരുന്നു ഈ സംവരണം നടപ്പാക്കിയതെന്നുള്ളത്. അത് ഈ മുസ്ലിം ക്വസ്റ്റ്യനിലും ആ ചോദ്യം ഉൾപ്പെടുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ഒരു വർഗപരമായ കാഴ്ചപ്പാടിലായിരിക്കും. കാരണം ഞങ്ങളുടെ അടിസ്ഥാന നിലപാട് ഇങ്ങനെയുള്ള ജാതീയ സാമുദായിക യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ അത് തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ യുക്തിപരമായിരിക്കണമല്ലോ. ഇപ്പോ ഇവിടെ കേരളത്തിൽ ഇത് ആദ്യം സംവരണം നടപ്പാക്കുന്നത് ദേവസ്വം ബോർഡിലാണ്. അതിലെ സാമുദായികമായ അതിൻ്റെ ഒരു പങ്കാളിത്തം, അതിനുശേഷം അതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ വലിയ തമാശയാണ്. എന്തിനാണ് ഇത് ഇവിടെ നടപ്പാക്കിയെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത് ഈ സമുദായങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അതേ പറയാം, ഞങ്ങൾ വർഗപരമായ സമീപനം. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകത ഈ സാമുദായിക യാഥാർത്ഥ്യത്തെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് വർഗപരമായ നിലപാട്
അത് EMSന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച ഒരു സമീപനമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സംവരണത്തെ ഏറ്റവും ആദ്യമായിട്ട് പിന്താങ്ങിയ ഇടതുപക്ഷം കേരളത്തിലേതാണ്. നിവർത്തന പ്രസ്ഥാനം മുതൽ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന സംവരണത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് അത് വരുന്നു എന്നുള്ളത്. പക്ഷെ പിന്നീട് വരുന്ന കണക്കുകൾ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഉദാഹരണം, അതിനുശേഷം ഇപ്പം മെഡിക്കൽ കോളേജുകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ, അവിടെയൊക്കെ അതിൻ്റെ കട്ട് ഓഫ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വിവരം വന്നിട്ടുണ്ട്. അവിടെ ഇതേ പ്രശ്നങ്ങൾ തന്നെ കേരളം ചർച്ച ചെയ്യുന്ന, ഈ ന്യൂനപക്ഷങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നോക്കക്കാർ ചർച്ച ചെയ്യുന്ന അതേ വിഷയങ്ങൾ അവിടെയും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളതിൽ ദീർഘമായി നിൽക്കാനല്ല ഞാനിത് പറഞ്ഞു പോകുന്നത്, ഈ ഡിബേറ്റ് കൂടി വരണമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഞാനതിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ ആ ഹെയർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് സമൂഹത്തിലെ പാവപ്പെട്ടവരെ മുഴുവനും ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഞങ്ങളുടെ ഒരു ആ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഭാഗമായിട്ട്, അത് പ്രധാനമല്ല, ഇത് തന്നെയാണ്, ഇതാണ് നിൽക്കേണ്ടത് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ്. ഒരു വ്യത്യസ്തതയുണ്ട് ഇതിൽ. ഇതടക്കം നോക്കണം, ന്യൂനപക്ഷത്തിൽ ഇതൊക്കെ അടക്കം നോക്കണം. മുസ്ലിം പ്രീണനം എന്നുള്ള ആരോപണത്തെ ഒറ്റയടിക്ക് സെൻട്രൽ കമ്മിറ്റി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം, SDPIക്ക് ഒപ്പം തന്നെ ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്ര സംഘടന എന്ന നിലയിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻ്റലക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുസ്ലിം സമുദായ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണോ അതിന് കാരണം? അതെ, മുസ്ലിം സമുദായത്തിനുള്ളിൽ രാഷ്ട്രീയ സ്വാധീനമായിട്ട് മാറാം. ലീഗിലായിരിക്കും ജനസാമാന്യം, അല്ലെങ്കിൽ ലീഗിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ സുന്നി വിഭാഗങ്ങളിലായിരിക്കും. രാഷ്ട്രീയ കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ സമുദായത്തിലുള്ളവർ ചെയ്യിക്കാം എന്നൊരു ആത്മവിശ്വാസം വന്നതിൻ്റെ കൂടി ഫലമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമല്ല, അതിനു മുമ്പ് 19 തെരഞ്ഞെടുപ്പിലും ഇവരുടെ ഏറ്റവും ശക്തമായ സംഘടിതമായിട്ടുള്ള ഇടപെടൽ. അപ്പോൾ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക, ഇടതുപക്ഷ സ്വാധീനം മുസ്ലിം സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലും വളരുന്നതിന് വളരെ പ്രയാസത്തോടെ കാണുന്നൊരു വിഭാഗമുണ്ട്. ഇടതുപക്ഷ സ്വാധീനത്തെ തടയിടണം. അത് അന്തർദേശീയമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നിലപാടാണ്. എൻ്റയർ മിഡിൽ ഈസ്റ്റിൽ ഇവരാണല്ലോ ഇടതുപക്ഷത്തെ മുഴുവൻ ശരിപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തുറന്നു പറയും. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് പറഞ്ഞു പോകണം, ഉണ്ടായിരിക്കലല്ല, ഇവരെ തുറന്നു കാണിക്കാൻ തന്നെ വേണം. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇവർ എങ്ങനെയാണ് കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ഇവരുടെ സ്വാധീനവും ഇവരുടെ ഇടപെടലും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ തത്വാധിഷ്ഠ നിലപാടുകളെപ്പോലും മുസ്ലിം പ്രീണനമായിട്ട് ചൂണ്ടിക്കാണിക്കാം, ഭയമുണ്ടാക്കാം അവരിൽ. അതിനൊക്കെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പരിഹാര നിർദ്ദേശങ്ങൾ 12 ഒന്ന് പ്രധാനമായും സോഷ്യൽ മീഡിയ എന്നുള്ളത് കാണുന്നത്. ഇപ്പോൾ അമിത് മാളവ്യ 2009 BJPയുടെ IT സെല്ലിൻ്റെ ചുമതലക്കാരനായി വരുമ്പോൾ അത് 2014 പദ്ധതിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര ദീർഘവീക്ഷണത്തോടെയാണ് വരുന്നത്. ഈ കാലത്തേക്ക് എത്തുമ്പോൾ ഈ നവീനമായ പ്രചാരണോപാധികളെ പ്രയോജനപ്പെടുത്തുന്നതിൽ CPIM വലിയ പരാജയമായി പോയി എന്നുള്ളത് വാസ്തവമല്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? പക്ഷേ CPM എന്ന് പറയുന്നത് ഇന്നും പ്രിന്റ് മീഡിയയുടെ കാഴ്ചപ്പാടില്ല പ്രവർത്തിക്കണേ. അത് കാലത്ത് തന്നെ പത്രം വായിച്ചില്ലെങ്കിൽ സംഗതി ശരിയാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം കൊണ്ട് കയറണില്ല പാർട്ടിയുടെ ഉള്ളിലേക്ക്. എത്ര ശ്രമിച്ചാലും ഇപ്പോൾ ദേശാഭിമാനി പ്രചരണത്തിനും മറ്റും ഇത് യൂണീക്കല്ലാട്ടോ കേരളത്തിൻ്റെത്. ജപ്പാനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അവരുടെ പത്രത്തിൻ്റെ പ്രചരണമാണ്. ഇതുപോലെ വളരെ പ്രാധാന്യം ദേശാഭിമാനിക്ക് നൽകുന്നുണ്ട്. ഇത് പറഞ്ഞാലും ഇത് അവരൊരു ലോകമല്ല, അവർ വ്യാപരിക്കുന്ന രംഗമല്ല. എന്നാൽ അവരുടെ വീട്ടിലെ പിള്ളേരൊക്കെ വേറെയാണ്, അവർ സോഷ്യൽ മീഡിയയിലാണ്. ഈ ഒരു PT വരുത്തുന്ന പത്രമൊന്നും അവർ വായിക്കുന്നില്ല. ഇതിങ്ങനെ പലതവണ ശ്രമിച്ചിട്ടും അതങ്ങോട്ട് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അത് BJPക്കും കോൺഗ്രസിനും പുറകിലായിരുന്നു. ഇതിൻ്റെ ഞാൻ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. പറയാറ് ഞാൻ ഇവിടെ ഫേസ്ബുക്കിന് പൈസ കൊടുത്തില്ല,
മണ്ടത്തരമായി പോയി. ചുമ്മാ എന്തിനാ പെറ്റി വാശി, തെരഞ്ഞെടുപ്പിന് എന്തിനാ പ്രചരണം നടത്തുന്നത്? അപ്പോൾ ഒരു 10-20 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ടാർഗറ്റ് ഓഡിയൻസിന് എത്തിച്ചു കൊടുത്താനേ. മനോരമയിൽ പരസ്യം കൊടുക്കുന്നത് പോലെ തന്നെ പക്ഷേ സത്യം അന്ന് കരുതിയാൽ മതി. അതെന്തോ മോശമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെയും ഒരു 10 പൈസ പ്രൊമോഷന് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ വാശി കടന്നു വെച്ചോളൂ. 100 ഷെയറിൻ്റെ അപ്പുറത്തേക്ക് ഇത് വരുന്നില്ല. കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ അസറ്റ് ആയിട്ട് പ്രവർത്തിച്ചത് സോഷ്യൽ മീഡിയയാണ്. അത് ഭക്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള അസംഖ്യം വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാം ഉണ്ട്. അതൊക്കെ ഇവരുടെ നിയന്ത്രണത്തിലാണ്. അതിലൂടെ നൈസായിട്ട് മുസ്ലിം വിരോധം, പിന്നെ നമ്മുടെ ഹിന്ദു മതത്തിനുള്ള അവഗണന, മറ്റ് അപരമതത്തിലുള്ള പ്രീണനം, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചേർക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് വളരെ ഫലപ്രദമായിട്ട് അവർ ഉപയോഗപ്പെടുത്തി. സൂക്ഷ്മമായി ശ്രദ്ധിച്ചു സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സർക്കാർ വിരുദ്ധ വികാരം എന്നുള്ളത്, അല്ല ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്നുള്ള ഒരു പ്രയോഗം വരുന്നില്ല. പക്ഷേ ഒരു വിശ്വാസ തകർച്ച ജനങ്ങൾക്കുണ്ടായി എന്നുള്ളത് ബോധിപ്പിക്കാൻ തക്കവണ്ണമുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, DA കുടിശ്ശിക ഉണ്ടാകുന്നു, ക്ഷേമ പെൻഷനുകളുടെ വിതരണം വൈകുന്നു, അത് വല്ലാതെ വൈകുന്നു എന്നുള്ളതൊരു പ്രശ്നം. പിന്നെ അവശ്യ സാധനങ്ങളുടെ വിതരണം, ഈ സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലും വഴിയൊക്കെയുള്ള വിതരണം, അത്തരം പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ നേരിട്ടുള്ള വോട്ടർമാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്നുള്ളത് തന്നെയല്ലേ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖമുദ്രയാവേണ്ടത്? പാവങ്ങളോടുള്ള പക്ഷപാതിത്വം, അവർക്ക് സമാശ്വാസം നൽകുക, അതാണ് ആദ്യത്തെ കടമ ഇടതുപക്ഷ സർക്കാരിൻ്റെ. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. എൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞാനിത് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് ഒത്തിരി പേര് അന്ന് കാക്കൻ മറന്ന് കാണും, എടുത്ത് പറയും. പക്ഷേ ഈ കിഫ്ബി അടക്കം കൊണ്ടുവന്ന് വലിയ പദ്ധതികളിലേക്കുള്ള ചർച്ചയിലേക്ക് കേരളത്തെ കൊണ്ടുപോയത് ഡോക്ടർ തോമസ് ഐസക് ആണെന്നുള്ള ആരോപണമുണ്ട്. ഒരു സംശയമില്ല, അത് ആരോപണമല്ല, ശരിയാ. കാരണം പാവങ്ങൾക്ക് ഇന്ന് സമാശ്വാസം മതി. അവരുടെ മക്കൾക്കത് പോരെന്ന്. അവരുടെ മക്കൾ കോളേജിൽ പഠിക്കുന്നുണ്ട്. കേരളത്തിന്റെ വലിയ നേട്ടമാണ്. പക്ഷെ അവിടെയും ആദ്യം ഈ പാവങ്ങളുടെ പ്രശ്നത്തിലാണ്. അപ്പോൾ എന്താണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ മികവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കും, ബാക്കിയുള്ള ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി വഴിയെല്ലാം ഭയങ്കരം. ഈ 30% ഇടത്തരക്കാരുണ്ട്, അവർക്ക് ഈ സമാശ്വാസത്തിലല്ല. അപ്പൊ ഒന്നാം സർക്കാരിനെ പോലെ മികവുറ്റതായില്ല രണ്ടാം സർക്കാർ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക സാഹചര്യം മാറിയെന്ന്. ഇത് കേന്ദ്ര സർക്കാർ മണ്ടന്മാരാ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ കേരളം ക്ഷേമത്തിലെ ഏറ്റവും നമ്പർ 1, 80,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണു, കുതിക്കുകയാണ് മുമ്പോട്ട്. ഇത് തടയണം. ഇങ്ങനൊരു ബദല് ഇവരുടെ നിയമലിബറൽ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരിന്ന് വ്യത്യസ്തമായൊരു പാത സ്വീകരിക്കുന്ന കേരളത്തെ അനുവദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ ഈ രീതിയെ തകർക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ച് ആ ഫൈറ്റ് തുടരുകയാണ്. നിങ്ങളുടെ വായ്പ ഞങ്ങൾ വെട്ടിക്കുറക്കുകയാണ്, 1/3 പ്രതിസന്ധിയായില്ലേ. അപ്പോൾ പ്രതിസന്ധി ആവുമ്പോൾ എന്താ വേണ്ടത്? പണ്ടത്തെ പോലെ എല്ലാം ചെയ്യാനില്ല, തൽക്കാലം ഒരു പോസ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ. ആ പോസ് വന്നില്ല. ബിസിനസ് ആസ് യൂഷ്വൽ മുന്നോട്ട് പോയി. പാർട്ടി എന്തുകൊണ്ട് ഇടപെട്ടില്ല? പാർട്ടിയാണ് സർക്കാരിനെ നയിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത് പാർട്ടിയാണ്. ആദ്യം നോക്കേണ്ടത് പാവപ്പെട്ടവരുടെ പ്രശ്നമാണെന്ന് പാർട്ടി അവിടെ പറഞ്ഞിട്ടില്ല. വെച്ചാൽ അതും ഇതും കൂടി കൊണ്ടുപോകാം. ഇതുവരെ കൊണ്ടുപോയല്ലോ എന്ന് 1600 രൂപ പെൻഷനാക്കിയിട്ട് വെറും 500 രൂപ ഉണ്ടായിരുന്ന പെൻഷന് 1600 ആക്കിയത്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയല്ലോ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും എന്നൊരു വ്യാമോഹമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ വളരെ വ്യാമോഹമൊക്കെ തീർന്നിട്ടുണ്ട്. പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. അതാണ് ഇടതുപക്ഷം. പുറത്തൊന്നും പറയാതെ നമ്മൾ തിരുത്തി ഉണ്ടാക്കാന്നുള്ളതല്ല, പുറത്ത് പറയണം. ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ തിരുത്തുകയാണ്. തിരുത്തിന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. അത് വേണം. അതുകൊണ്ടാണ് ഇത്തവണ ഒരുപാട് ചർച്ച നടക്കുന്നത്. നേതാക്കളുടെ പെരുമാറ്റം സംബന്ധിച്ച് ധാർഷ്ട്യം എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സംവിധാനം, ആ ഒരു സംഗതി
സെൻട്രൽ കമ്മിറ്റി തന്നെ പറയുകയാണ് ടോപ്പ് ടു ബോട്ടം ആ ധാർഷ്ട്യമുണ്ട്, അത് മാറ്റാനുള്ള ഇടപെടൽ കൂടി വേണമെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണോ അത് CPM തിരിച്ചറിയേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയം അത് ഷോക്കല്ലേ, ഷോക്ക് ട്രീറ്റ്മെൻ്റ് അല്ലേ? ജനങ്ങൾ ശരിയല്ല എന്ന് പറയല്ലേ, അപ്പോഴല്ലേ തിരിച്ചറിയണത്. ഇത് ജനം അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തിരുത്തും. സർക്കാർ പലതവണ പറഞ്ഞാണ് ഞങ്ങളിതാ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളോട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയും കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നതും ഫെഡറൽ തത്വങ്ങൾക്കെതിരായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഇതാ ജനങ്ങളോട് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നവകേരള യാത്ര ആരംഭിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? നവകേരള യാത്ര എന്നുള്ളത് എന്തിനാണ് എന്നുള്ളത് ആ യാത്ര ആരംഭിക്കുമ്പോഴേക്ക് ആളുകൾ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആളുകളുടെ അപേക്ഷ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രശ്നം കേൾക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സംവിധാനമായി, അല്ലെങ്കിൽ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ പരിപാടിയുടെ ഒരു തുടർച്ച എന്ന മട്ടിലൊക്കെയാണ് സാധാരണക്കാരൻ വിലയിരുത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അവരുടെ ഈ ഒരു നയനിലപാടുകൾക്കെതിരെയുള്ള ഒരു പ്രചാരണ പരിപാടിയാണെന്നുള്ളത് ആ പരിപാടി നടത്തിയവർ പോലും മറന്നുപോയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെയുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കും. പ്രശ്നം എന്താണ്? കമ്മ്യൂണിക്കേഷനിൽ പ്രധാനപ്പെട്ടത് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പരമാവധി കുറക്കണം എന്നുള്ളതാണ്. എന്നാലും നമ്മൾ പറയണത് അവിടെ കേൾക്കുള്ളൂ. പ്രതിപക്ഷം വളരെ അധികം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, അവർ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധി വരെ. അതുകൂടി കാണണം. അത്ര നിഷ്കളങ്കമായിട്ട് സംഭവിച്ച കാര്യമല്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മനസ്സിലാക്കണം. മനുഷ്യന്മാരെക്കുറിച്ചുള്ള ഇമേജുകൾ അവരങ്ങനെ ആയിരിക്കണമെന്നില്ല, സൃഷ്ടിക്കണം. ഞാൻ ഈ പുസ്തകം വായിച്ച് മനുഷ്യന് മനസ്സിലാത്ത വർത്തമാനം പറഞ്ഞു കിടക്കുന്ന ഒരാളാണ് എന്നുള്ളതിൻ്റെ 2 വാചകം എടുത്ത് വെച്ചിട്ട് അത് തന്നെ വീണ്ടും 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 തന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യനൊക്കെ എങ്ങനെ സഹിക്കും, ബോറൻ എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. ഇങ്ങനെ ഇമേജുകളുടെ തടവുകാരായിട്ട് മാറ്റാം മനുഷ്യന്മാരെ. ഇങ്ങനത്തെ കേരളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പെരുമാറുമ്പോൾ അത് ജാഗ്രത മനസ്സിൽ വേണം. വർത്തമാനം പറയുമ്പോൾ തൊട്ടു മുമ്പിലുള്ള ആളുകൾ മാത്രമല്ല കേൾക്കുക, ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാത്ത, ആ പ്രദേശം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒത്തിരി പേര് ഇത് കേൾക്കാം, ലോകം മുഴുവൻ കേൾക്കാം എന്നുള്ള തിരിച്ചറിവ് വേണം. ആ കോണ്ടെക്സ്റ്റ് അല്ലാതെ ഉപയോഗിക്കപ്പെടാമെന്നറിയാം. ഈ രേഖയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖയിൽ ഇങ്ങനെ ചില നേതാക്കന്മാർ വർത്തമാനം പറഞ്ഞതിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അപ്പോൾ ഇനി നമ്മൾ ഇമേജിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കണം, പരിപാടിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ പരിപാടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ഇമേജിലൂടെ. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പോലീസ് നയം എങ്ങനെയാണെന്ന് നോക്കുക. ഈ സർക്കാർ ഇടത് സർക്കാർ ആയിരിക്കും ഒരു പക്ഷേ സമൂലമായി ആ പോലീസ് നയത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടാകും. പ്രാദേശികമായി അപ്പോൾ എന്താണ്, താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ള സംഗതി പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ്. അവിടെ ഒന്ന് ഇടപെടാനുള്ള സാധ്യത അവിടെ അടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനങ്ങളുമായുള്ള ജൈവബന്ധം നഷ്ടപ്പെടുന്നത് ഇങ്ങനെയൊക്കെ കൂടിയല്ലേ? ഇറക്കമുള്ള ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറയണു, ഇങ്ങനെ പലതും താഴെത്തട്ടിൽ ആൾക്കാർ പറയുന്നുണ്ട്, അതെല്ലാം കേൾക്കുന്നു. അത് തന്നെ മാറ്റം. ഇങ്ങനെ പലതും പറയും, ആരെ പറയുന്നതെല്ലാം കേൾക്കും. ഹർഷം പറഞ്ഞതും കേട്ടിരിക്കണം, നമ്മൾ ആലോചിക്കാന്ന്. അല്ല, പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സെൻട്രൽ കമ്മിറ്റിയുടെ ഈ വിലയിരുത്തലും വന്നു കഴിയുമ്പോൾ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ പ്രധാനപ്പെട്ട സംശയം, ഒരു വലത് യുക്തി ഇതിൻ്റെ വിലയിരുത്തലിൽ പ്രവർത്തിച്ചോ എന്നുള്ളതാണ്. കാരണം ഈ സകല ആരോപണങ്ങളും ശരിവെക്കുകയാണ്. ധാർഷ്ട്യം എന്നുള്ള ആരോപണം ശരിവെക്കുന്നു. ധാർഷ്ട്യം എന്നുള്ള ആരോപണമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. അത് പക്ഷേ അതിനെ ശരിവെക്കുകയാണ്. ഈ ധാർഷ്ട്യം എന്നുള്ളതിനെ പ്രചാരണ വേലകളെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ ഈ പറയുന്നത് പോലെ ഒരു വലത് യുക്തി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മൾ മൊത്തത്തിൽ ഇത് വായിച്ചു വരുമ്പോൾ തോന്നുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു യുക്തിയല്ല, ഒരുപക്ഷെ പുതിയ കാലത്തിന് വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു സംശയം ഈ റിപ്പോർട്ട് കാണുമ്പോൾ തോന്നുന്നു. ഇല്ല, വേറെ യുക്തിയൊന്നുമില്ല. വെച്ചാലേ ഹർഷനെയും ഇമേജുകളൊക്കെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നിങ്ങൾ ഇതിനെ ഈ രേഖയെ കാണുന്നത് ചില മുൻവിധികൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അതാണോ ഇത് എന്നിട്ട് എന്നെ കൊണ്ട് അങ്ങനെയാണെന്ന് പറയിക്കാനുള്ള ശ്രമം, ആ വേല കഴിഞ്ഞിരിക്കട്ടെ ഹർഷ.
എന്തായാലും തിരുത്താനും മുന്നോട്ട് പോകാനും CPIM കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. Yes, താങ്ക് യു thank you. തോമസ് ഐസക്. It was a good exercise.